മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. ഹെൽത്തിയും ടേസ്റ്റിയും ആണെന്ന് പറയാൻ കാര്യം അതേ രീതിയിലുള്ള ചേരുവകളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് രാവിലത്തെ ഭക്ഷണമായിട്ടോ രാത്രിയിലത്തെ ഭക്ഷണമായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയാണ്. അപ്പോൾ രോഗാവസ്ഥയിലുള്ളവർക്ക് ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല രുചികരമായ രീതിയിലിരിക്കുന്ന ഈ ദോശ കറിയില്ലാതെയും കഴിക്കാം. അപ്പം ഞാനിത് കറിയില്ലാതാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്, നല്ല സോഫ്റ്റും കണ്ടലേക്കിളുകളാകും, ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പായത് കേട്ടോ. അപ്പോൾ ഒരു 200 ഗ്രാമാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. പിന്നെ അത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്, നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ചതായതുകൊണ്ട് നല്ല ഹെൽത്തി ഗോതമ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഗോതമ്പ് കിട്ടണമെന്നില്ലല്ലോ. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഞാൻ 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ 1/4 ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴക്കണം. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് ഉണ്ട കെട്ടിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കുഴച്ചെടുക്കാം. നമുക്കിത് മിക്സിക്കകത്തിട്ട് വേണേൽ അടിച്ചെടുക്കാം. പക്ഷേ അപ്പോൾ മിക്സിയിൽ കുറേ ആവും, അതിലൊക്കെ പറ്റി പിടിക്കും. ആകുമ്പോൾ അത്രയും കുറച്ച് വേസ്റ്റായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു 8 ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ അമുക്കി ഒരു സ്പൂണ് വെച്ച് തണ്ടിങ്ങനെ കണ്ടില്ലേ, ഇതേ രീതിയിൽ അമുക്കി നമുക്കിത് കുഴച്ച് എടുക്കാം. അന്നേരം ഇത് ഒട്ടുമേ കട്ടയാവില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാണ്ട് ഇതേ രീതിയിൽ പാത്രം ആയിരിക്കുകയും വേണം. അടിക്ക് പിന്നെ ഇതേ രീതിയിലുള്ള പാത്രം. അപ്പോൾ നമ്മളിതെല്ലാം കുഴച്ച് കണ്ടില്ലേ ഈ ലൂസിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് കുറച്ച് മുരിങ്ങയിലെല്ലാം കപ്പിച്ച് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങയില ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ മുരിങ്ങയിലയ്ക്ക് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണല്ലോ. അപ്പോൾ ഇത് കൂട്ടിക്കുഴച്ച് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സവാള എടുക്കുന്നുണ്ട്, കഴുകി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേ രീതിയിൽ കനം കുറച്ച് നീളത്തിലിങ്ങനെ പിളർന്നിട്ട് ചെറിയ പീസസ്സായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമല്ല, അരിഞ്ഞെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ അരിയുവാണല്ലോ, പള്ളിയിൽ കട്ടിങ് ബോർഡിൽ വെച്ച് ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ? എന്നിട്ട് ഇതിലേക്ക് ചേർക്കാൻ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ചെറിയ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പിന്നെ പച്ചമുളക് ചേർക്കേണ്ടത് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് എടുക്കാം. അപ്പം നമ്മളിതിൻ്റെ അരിയെല്ലാം നീക്കം ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ പച്ചമുളക് ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വലുതായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഇനിയും ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ പാലിലൊഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ഈ സവാളയൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതൊന്ന് വാടി മൂത്ത് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ പച്ച കുത്തൽ കടിപ്പങ്ങ് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി മൂപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളകൊന്ന് വേവാൻ വേണ്ടി ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്ത പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വയറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മാവിലോട്ടങ്ങ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും പൊടിയായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഞാൻ നേരത്തെ 1/4 സ്പൂണേ ചേർത്തുള്ളല്ലോ, എന്നിട്ട് വീണ്ടും 1/4 സ്പൂണും കൂടെ ചേർത്തായിരുന്നു. നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഭക്ഷണത്തിനൊന്നും ആദ്യം ഉപ്പ് ചേർക്കാൻ പാടില്ല കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ അത് നമുക്ക് ആ ടേസ്റ്റും കാണത്തില്ല, കഴിക്കാനും തോന്നത്തില്ല. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ ഇതേ ലൂസായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കല്ലേൽ ഒഴിക്കുമ്പോൾ അത് നമുക്ക് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ട കെട്ടി കിടക്കും കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി കൽച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിനകത്തൊക്കെ തയ്യാറാക്കിയ എണ്ണയൊന്നും വേണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രൈ പാനിൽ നമുക്ക് ചെയ്യാം.
വെളിച്ചെണ്ണ ഇതിപ്പം ഇച്ചിരി വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നെയ്യാകുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റും ഗുണവുമാണല്ലോ. നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. ഇങ്ങനെ നമ്മൾ എണ്ണ തൂത്തിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ സോഫ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ പരത്തി കൊടുക്കണം. അല്ലെ നമ്മുടെ അത് ശരിയാവത്തില്ല. കാരണം ഇതിനകത്ത് പച്ചമുളകൊക്കെ ഇട്ടത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തടഞ്ഞ് ഇതാകാൻ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറമെല്ലാം വെള്ളമെല്ലാം തോർന്ന് വരുമ്പം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിൻ്റെ എണ്ണയെല്ലാം വെള്ളമെല്ലാം തോർന്ന് ഡ്രൈ ആയി വരുമ്പോൾ ചിലപ്പോൾ ഇളക്കാൻ പാടായിരിക്കും, അടുക്കി പിടിക്കും. പിന്നെ നമ്മൾ കൂടുതൽ എണ്ണ ചേർത്താലും നമുക്ക് നല്ലതുപോലെ പരത്താൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്ത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെയ്യ് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇളകിയിരിക്കുകയാണല്ലോ, നമ്മൾ പെട്ടെന്ന് മറിച്ചിട്ട് കണ്ടോ. മറിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ഈ ചട്ടുകമ്മച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയായി കേട്ടോ. കണ്ടില്ലേ? വേണമെങ്കിൽ ഒന്നുകൂടെ മുരിച്ചും എടുക്കാം. നമ്മൾ ഇത്രയും മുരിച്ചാൽ മതി. ചിലപ്പോൾ മുരിഞ്ഞ് ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചട്ടിയിലെല്ലാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തൂത്തതിന് ശേഷം വെളിച്ചെണ്ണയുള്ളത് കല്ലേ പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നേരെ മറിച്ച് അരിദോശയാണെങ്കിൽ കല്ലേ പിടിക്കും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച്. ഇതേ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് പരത്തി അങ്ങനെ രണ്ടാമത്തെ ദോശയും ഞാൻ ചുട്ടെടുത്തു. അപ്പം പെട്ടെന്ന് ഇത് പിന്നെ നമ്മളിതിൻ്റെ പുറത്ത് എണ്ണ തൂത്തതിന് ശേഷമാണ് തിരിച്ചിട്ട് നമ്മൾ മറിച്ചിട്ട് ദോശ നല്ല പെർഫെക്റ്റ് ദോശ. ഇതേ രീതിയിൽ നമ്മളെല്ലാം ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു 8 ദോശയുണ്ട്. 2 ഇതിനകത്തുനിന്ന് ഊരി എടുത്തിട്ടുണ്ട് പാറുവിന് കൊടുക്കാനായിട്ട്. ബാക്കി 6 ദോശയുണ്ട്. അപ്പം ഞാൻ കറിയൊന്നും ഇല്ലാതാണ് മക്കളെ കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. രാവിലത്തെ നമ്മുടെ ഭക്ഷണമായിരുന്നു ഇത്. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ലൈക്കും കമൻറ്റും ഹൈപ്പും അതുപോലെ ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക മക്കളെ. അപ്പം എല്ലാവരും പഴയതുപോലെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സഹായിക്കണം. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.